യെസ്. നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1678 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കൊരു ചർച്ചയാണുള്ളത്. നമ്മുടെ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ KG വേണുഗോപാൽ MD ഹോമിയോപ്പതി, പ്രൊഫസർ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്, ശാരദ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കുലശേഖരം, കന്യാകുമാരി. ഹോമിയോപ്പതി മരുന്നും ആൽക്കഹോളും ചർച്ച ആരംഭിക്കുന്നതിനായി ഡോക്ടർ KG വേണുഗോപാൽ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ഹലോ, കേക്കാവോ? കേൾക്കാം. ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവോ? പകുതിയെ കാണാം, താടി കുറച്ചുകൂടെ ഒന്ന് തിരിച്ച്. ഇപ്പഴാ കാണാം? ആ ഇപ്പോഴോ? ഇത് നല്ലപോലെ കാണാം. ശരി. എല്ലാവർക്കും നമസ്കാരം. IFPHലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലവേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, മറ്റ് ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ വിഷയം, അതായത് ആൽക്കഹോൾ, ഹോമിയോപ്പതിയുടെ ഉപയോഗം, ആൽക്കഹോളിന്റെ ഹോമിയോപ്പതി ഉപയോഗം എന്നുള്ള ഒരു വിഷയം തന്നെയാണ്. അത് ഇന്നിവിടെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈയിടയ്ക്ക് നടന്ന ഒരു സംഭവമാണ്. കേരളത്തിലെ കോഴിക്കോട് ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഇങ്ങനെ ആൽക്കഹോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അദ്ദേഹം ആൽക്കഹോളിന്റെ ഉപയോഗത്തിനായിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തെ അവരുടെ നിയമം അനുസരിച്ച് ശിക്ഷിക്കാൻ ഒരുമ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളല്ല, പക്ഷേ വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു റീടെസ്റ്റ് നടത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ ഹോമിയോപ്പതിക് മരുന്ന് ഉപയോഗിച്ചിരുന്നു, ആൽക്കഹോൾ ഒന്നും ഞാൻ കഴിക്കാറില്ല, ഹോമിയോപ്പതിക് മരുന്ന് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ അവർ ആ ടെസ്റ്റ് വീണ്ടും നടത്തിയപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അത് ശരിയാണെന്ന് കണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു പ്രസക്തമായ നമുക്ക് സംഭവമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഹോമിയോപ്പതിക് മരുന്നിനെ കുറിച്ചും നമ്മൾ ഹോമിയോപ്പതിക് മരുന്ന് എന്തിനാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നതെന്നും അതിന്റെ ആവശ്യകത എന്താണെന്നും ഒക്കെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം. ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഹോമിയോപ്പതി മരുന്ന് ഉണ്ടാക്കുന്നത് അത് 70% ഈ വെജിറ്റബിൾ സോഴ്സിൽ നിന്നാണ്. അതുപോലെ ആനിമൽ സോഴ്സ്, മിനറൽസ്, മെറ്റൽസ്, ഇങ്ങനെ ഒരുപാട് സോഴ്സ് ഉണ്ട് ഹോമിയോപ്പതിക് സോഴ്സിൽ. ഇതിൽ ഈ പ്രധാനമായിട്ടും ഈ വെജിറ്റബിൾ സോഴ്സ് ഡ്രഗ്സും അതേപോലെ ആനിമൽ ഡ്രഗ്സും കുറെ മിനറൽസ്, ആൽക്കഹോൾ, മറ്റ് ഇതിൽ ഡിസോൾവ് ആകാത്ത മറ്റ് സോൾവെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിൽ വാട്ടറും ആൽക്കഹോളുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ്. അപ്പൊ അതിൽ ഡിസോൾവ് ആകാത്ത ചില, അതിൽ ആൽക്കഹോൾ ഡിസോൾവ് ആകുന്ന, മാത്രം ഡിസോൾവ് ആകുന്ന ചില സബ്സ്റ്റൻസ് ഉണ്ട്, മിനറൽസ്. ഇതെല്ലാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ആൽക്കഹോളിന് ഒരുപാട് ഫലപ്രദ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡോക്ടർ സാമുൽ ഹനുമാൻ ആൽക്കഹോൾ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അതിന്റെ പല ഗുണങ്ങളും, അതായത് ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ നമ്മളൊരു കാരിയർ മീഡിയ ആണ്. ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കാരിയർ മീഡിയ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു വാഹനം ഉപയോഗിക്കുന്ന പോലെ ഈ മെഡിസിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മുടെ ശരീരത്തിലെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതിനെ സൂക്ഷിക്കാനും അതിനെ വേണ്ട വിധത്തിൽ വേണ്ട സ്ഥലത്ത് എത്തിക്കുവാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ മാത്രമാണ് ഈ ആൽക്കഹോളോ ഡിസ്റ്റിൽഡ് വാട്ടറോ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനം, ഷുഗറോ മിൽക്ക്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ മരുന്നിനെ സുഗമമായി ശരീരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, നമ്മൾ ഉദ്ദേശിക്കുന്ന മിക്ക മരുന്നുകളും ഈ വെജിറ്റബിൾ സോഴ്സ് ആയാലും ആനിമൽ സോഴ്സ് ആയാലും, അപ്പൊ പെട്ടെന്ന് അതിന്റെ പ്രിപ്പറേഷന്റെ ആരംഭത്തിൽ മദർ ടിഞ്ചറാണ് നമ്മളൊരു മരുന്നിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം. ആദ്യത്തെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം എന്ന് പറയുന്നത് മദർ ടിഞ്ചറാണ്.
നമ്മളൊരു സോഴ്സ് അതിന്റെ റോ മെറ്റീരിയൽ എടുത്തിട്ട് ആ റോ മെറ്റീരിയലിൽ നിന്ന് പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മദർ ടിഞ്ചർ ആണ്. അതായത് ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ മദർ ടിഞ്ചർ എന്ന് പറയുന്നത്. ഈ ആൽക്കഹോളിന് നമ്മുടെ ഡ്രഗിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി വളരെ കൂടുതലായിട്ടുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ്. എക്സ്ട്രാക്റ്റീവ്, ദെൻ അതിന്റെ പ്രിസർവേഷൻ, ഇതിന്റെ ആ പ്രോപ്പർട്ടീസ് നശിക്കാതെ എത്ര നാൾ വേണേ അതിനെ പ്രിസർവ് ചെയ്യാനുള്ള കഴിവും ആൽക്കഹോളിനുണ്ട്. ഇത് രണ്ടുമാണ് ആൽക്കഹോളിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി നമ്മൾ മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഹനുമാന്റെ നിഗമനത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള വെഹിക്കിൾസ്, നമ്മളെപ്പോഴും സിംഗിൾ റെമഡിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മറ്റ് ഉപയോഗിക്കുന്ന വെഹിക്കിളിന് പോലും മെഡിസിനൽ പ്രോപ്പർട്ടി ഒട്ടും തന്നെ കാണരുത്, അല്ലെങ്കിൽ വളരെ നെഗ്ലിജിബിൾ ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഏറ്റവും നല്ല ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെയാണ്. പക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടറിന് പ്രിസർവേറ്റീവ് പ്രോപ്പർട്ടി കുറവാണ്. അതാണ് അതിന്റെ ഒരു ദോഷം. പക്ഷെ എങ്കിലും ആൽക്കഹോളിന് ഈ പ്രിസർവേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അത് വളരെയധികം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിനെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും മദർ ടിഞ്ചർ ഉണ്ടാക്കാനും. പിന്നീട് നമ്മൾ ഈ പൊട്ടൻഡൈസ്ഡ് വെർഷൻ, അതായത് ഇപ്പം മദർ ടിഞ്ചർ ചെയ്യുന്ന നമ്മൾ നെക്സ്റ്റ്, അതായത് ഈ ഭൂരിഭാഗം വരുന്ന വെജിറ്റബിൾ സോഴ്സും എല്ലാ വെജിറ്റബിൾ ഡ്രഗ് സബ്സ്റ്റൻസുകളും അതിന്റെ പാർട്സുകളും അതിന്റെ ആൽക്കലോയിഡ്സുകളും ഒക്കെ തന്നെ ആൽക്കഹോൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പല വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് പല ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റൂട്ട് സിങ്കോണയുടെ ആണെങ്കിൽ ബാർക്കാണ്, ബെൽഡോണയൊക്കെ ഹോൾ പ്ലാന്റ് ആണെങ്കിൽ ബ്രയോണി അതിന്റെ റൂട്ടാണ്. ഇങ്ങനെ ഒരുപാട് സോഴ്സ് വെജിറ്റബിളിന്റെ തന്നെ ഒരുപാട് പാർട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആനിമൽസിന്റെയും ഒക്കെ പല പാർട്സും അതിന്റെ സെക്രീഷൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നോസോഡ്, സർക്കോഡ്, ഇങ്ങനെ പല സോഴ്സുകളുണ്ട്. അപ്പൊ ഈ വെജിറ്റബിൾ സോഴ്സും ആനിമൽ സോഴ്സും പ്രധാനമായിട്ടും നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ ആൽക്കഹോൾ തന്നെയാണ്. അപ്പൊ ആൽക്കഹോൾ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞത് ഹനുമാന്റെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്തമായി ഇന്നൊരു സ്റ്റാൻഡർഡൈസ്ഡ് മോഡലുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ മദർ ടിഞ്ചർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, മാസറേഷൻ ആൻഡ് പെർക്കുലേഷൻ എന്നുള്ള 2 പ്രോസസ്സാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അതൊരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹനുമാന്റെ സമയത്ത് അത് 9 ക്ലാസ് ഡ്രഗ്സ് ആക്കിയായിരുന്നു അതിനെ തിരിച്ചിരുന്നത്. എന്നിട്ട് ഓരോ ക്ലാസ്സിനും അതിൻ്റെതായ വാട്ടർ കണ്ടന്റ്, ഓരോ ഡ്രഗിലും നമുക്കറിയാം, ഓരോ ഡ്രഗ് സബ്സ്റ്റൻസിലും പ്ലാന്റിലും ആനിമലിലും ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ആ വാട്ടർ കണ്ടന്റ് അനുസരിച്ച് ആ ഡ്രഗിന്റെ സ്ട്രെങ്തിന് വ്യത്യാസം വരും. അപ്പം ഹനുമാൻ പല ക്ലാസ്സുകളായിട്ട് കണ്ടിട്ട് ഓരോ ക്ലാസ്സിൽപ്പെട്ട ഡ്രഗ്സിനും പ്രത്യേകം ഫോർമുല ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് ഫോളോ ചെയ്യാൻ പ്രയാസമായതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഈ പുതിയ 2 മാസറേഷൻ ആൻഡ് പെർക്കുലേഷൻ എന്നുള്ള 2 മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഡിസോൾവ് ആകാൻ പ്രയാസമുള്ള സാധനങ്ങൾ നമ്മൾ മാസറേഷൻ പ്രോസസ്സും പെട്ടെന്ന് ഡിസോൾവ് ആകുന്ന പൗഡർ ഫോമുള്ള ഡ്രഗ്സിനൊക്കെ നമ്മൾ പെർക്കുലേഷനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് ആ സമയം കൊണ്ട് ഇതിനെ എക്സ്ട്രാക്ട് ആക്കി എടുക്കുകയാണ് ആൽക്കഹോൾ ചെയ്യുന്നത്. ഈ ആൽക്കഹോളിന്റെ ഡ്രഗ്സിന്റെ കണ്ടൻസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. പിന്നീടുള്ള പ്രോസസ്സ് നമുക്കറിയാം. ഈ മദർ ടിഞ്ചർ ചെയ്യുന്ന നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനെ ഈ പൊട്ടൻഡൈസ്ഡ് ഡ്രഗ്സ്, നമ്മൾ ഡൈലൂഷൻസ് എന്നൊക്കെ പറയുന്നു. ഡൈലൂഷൻസ് കറക്റ്റ് ഒരു ഭാഷയല്ല, കാരണം പൊട്ടൻഡൈസ്ഡ് ഡ്രഗ്സ് ആണ്. നമ്മൾ ഡൈലൂട്ട് ചെയ്ത് അതിനെ സക്കസ് ചെയ്ത് ആണ് പൊട്ടൻഡൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പൊട്ടൻസുകൾ നമുക്കറിയാം, പലതരം പൊട്ടൻസുകളുണ്ട്. ഡെസിമൽ സ്കെയിലുണ്ട്, സെന്റിമീറ്റർ സ്കെയിലുണ്ട്, 50 മില്ലിസിമൽ സ്കെയിലുണ്ട്. അപ്പൊ ഈ സ്കെയിലുള്ള ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആൽക്കഹോൾ തന്നെയാണ്. അതിന്റെ ഡിഫറൻറ്റ് സ്ട്രെങ്ത് ആണ്. അത് ആ ഡ്രഗിന്റെ, ഈ പെർട്ടിക്കുലർ ഡ്രഗിന്റെ ആ ഒരു കോൺസെൻട്രേറ്റ്, അതിന്റെ എക്സ്ട്രാക്ടിങ് പവർ. ചില ഡ്രഗ്സ് കുറെ എക്സ്ട്രാക്ട് ആണെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കഹോൾ തന്നെ വേണം. മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്ന 95% ആൽക്കഹോൾ ആണ്, സ്ട്രോങ് ആൽക്കഹോൾ. പക്ഷെ കൂടുതലും ഇത് ഒരു 50-നും 70-നും അല്ലെങ്കിൽ 50-നും 70-നും ഒക്കെ ഇടയ്ക്ക് വരുന്ന സ്ട്രെങ്ത്താണ് ആവശ്യമുള്ളൂ പല ഡ്രഗ്സിനെ എക്സ്ട്രാക്ട് എടുക്കാൻ. കാരണം അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ല അതിന്റെ കണ്ടൻസ് ഒക്കെ ശരിക്കും അതിന്റെ സെല്ലൊക്കെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ, ഇപ്പൊ ഒരു വെജിറ്റബിൾ ഡ്രഗ് എടുത്ത് അതിന്റെ സെൽസിൽ ഓരോ, നിങ്ങൾക്ക് അറിയാതെ സെല്ലുലോസ് കൊണ്ടുള്ള കട്ടിയുള്ള ഒരു സാധനത്തിനകത്താണ് അതിന്റെ മിക്കവാറും അതിന്റെ എൻസൈംസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഡ്രഗിനെ ശരിക്കും എക്സ്ട്രാക്ട് എടുക്കാനാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. പിന്നെ അപൂർവം ചില ഡ്രഗുകൾ, ആൽക്കഹോൾ ലയിക്കാത്ത ഡ്രഗുകൾ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ കുറച്ച് കൺവെർട്ട് ചെയ്ത് ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻ ആയിട്ട് മാറ്റും. അതല്ലാത്ത ചില സബ്സ്റ്റൻസ് ഉണ്ട്, നമ്മൾ ഒരു ലിക്വിഡിലും ലയിക്കാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ ട്രൈച്ചുറേഷൻ പ്രോസസ്സായിട്ട് ചെയ്യുന്നു. ഉദാഹരണം വിനംസ്, സ്നേക്ക് വിനംസ്, ഇതൊന്നും ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിലോ ആൽക്കഹോളിലോ ലയിക്കത്തില്ല. എപ്പിസ് മെലിഫോയ്ക്കും
മെർക്കുറിയ സൊല്യൂബിലിറ്റീസ്, പിന്നെ സൾഫർ തുടങ്ങിയ മെറ്റൽസ്, പ്ലംബം, ജഡം, ഗ്രാഫൈറ്റ്സ്, ഇങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസ് നമ്മൾ ട്രൈച്ചുറേഷൻ പ്രോസസ് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണ് ഷുഗർ ഓമിൽ. ഇതാണ് നമ്മുടെ ഹോമിയോപ്പതിക് മരുന്നിന്റെ പ്രിപ്പറേഷൻ രീതികൾ. അപ്പം ആദ്യം അതിനെ സ്റ്റാൻഡർഡൈസ്ഡ് ഫോം ആക്കുന്നു. അതാണ് മദർ ടിങ്ചർ, അല്ലെങ്കിൽ മദർ സൊല്യൂഷൻ, അല്ലെങ്കിൽ മദർ സബ്സ്റ്റൻസ്. മദർ ടിങ്ചർ ആൽക്കഹോളിക് എക്സ്ട്രാക്ട്, മദർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്ന സാധനങ്ങൾ, മദർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രൈച്ചുറേഷൻസ്, നമ്മൾ ഈ ഷുഗർ മിൽക്ക് ഉപയോഗിച്ച് ട്രൈച്ചുറേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. ഇങ്ങനെ 3 ഫോമിലാണ് നമ്മുടെ ബേസിക് ഡ്രഗ്സ്. അവിടെ നിന്നാണ് നമ്മൾ പൊട്ടൻറ്റൈസേഷൻ പ്രോസസ് ആരംഭിക്കുന്നത്, പ്രിപ്പറേഷൻ ഓഫ് നെക്സ്റ്റ് പൊട്ടൻസീസ്. അത് അറിയാം. മോസ്റ്റ് ഓഫ് ദി ഡ്രഗ്സും നമ്മളൊരു ഈ ആൽക്കഹോളിലും വെള്ളത്തിലും ഡിസോൾവ് ചെയ്യാത്ത സാധനങ്ങളെ നമ്മൾ ട്രൈച്ചുറേഷൻ ചെയ്യുന്നു. 6x കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ട്രൈച്ചുറേഷൻ പ്രോസസ്സിന് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അതിനെ 6x കഴിഞ്ഞാൽ മിക്കവാറും ഒരേ ട്രൈച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഇൻഡിസോൾവബിൾ സബ്സ്റ്റൻസും ഡിസോൾവ് ആകും. അത് ട്രൈച്ചുറേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇൻഡിസോൾവബിൾ സബ്സ്റ്റൻസ് എന്ന് കെമിസ്ട്രി പറയുന്ന പല സാധനങ്ങൾ പോലും ഈ ട്രൈച്ചുറേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഡിസോൾവ് ആകും. അതിനുശേഷം നമ്മൾ വീണ്ടും അതിനെ ആൽക്കഹോളിന്റെ ഇപ്പം സെന്റസിമൽ സ്കെയിലാണെങ്കിൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ള ആൽക്കഹോൾ ആയിരിക്കും. പിന്നെ ഡെസിമൽ സ്കെയിലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡൈലൂട്ട് ഫോം ഓഫ് ആൽക്കഹോളാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെസിമൽ സ്കെയിലുള്ള ഡ്രഗ്സ് മിക്കവാറും ഡെസിമൽ സ്കെയിലുള്ള എയർലി പൊട്ടൻസീസ് നമ്മൾ ഈ ഷുഗർ ഗ്ലോബ്യൂൾസിൽ മെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. ഡൈലൂട്ട് ആൽക്കഹോളാണ് അവിടെ ഉപയോഗിക്കുന്നത് ഡെസിമൽ സ്കെയിലിൽ. പക്ഷെ അതിനുശേഷം കുറച്ച് പൊട്ടൻസി കഴിഞ്ഞാൽ അതിനെ വീണ്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആൽക്കഹോളിൽ ഉപയോഗിക്കാൻ പറ്റും. ഡിസ്പെൻസിങ് ആൽക്കഹോളാണ് അവിടെ ഉപയോഗിക്കുന്നത്. സെൻഡെസിമിലൊക്കെ 89 ഒക്കെ 88-89% വരുന്ന ഡിസ്പെൻസിങ് ആൽക്കഹോൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ആൽക്കഹോളിന്റെ ഉപയോഗം ഹോമിയോപ്പതി പ്രിപ്പറേഷൻ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് അതിന്റെ പ്രിസർവേറ്റീവ് പ്രോപ്പർട്ടി, പിന്നെ എക്സ്ട്രാക്റ്റീവ് പ്രോപ്പർട്ടി, പിന്നെ ആൽക്കഹോളിന് ഡ്രഗ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് നശിച്ചു പോകത്തില്ല. കാരണം അതാണ് പ്രിസർവേറ്റീവ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒരു മൈൽഡ് ആന്റിസെപ്റ്റിക്കും കൂടെയാണ്. ഒരു 10% വരെയുള്ള 10% ആൽക്കഹോൾ പോലും മൈൽഡ് ആന്റിസെപ്റ്റിക് ആണ്. അപ്പൊ ഇതിൽ നിന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ മെഡിസിൻ നമ്മൾ എങ്ങനെയാണ് അതിനെ വളരെ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ വെച്ചിട്ട് മിനിമം ഡോസ്, നമ്മൾ മിനിമം ഡോസിലാണ് കൊടുക്കുന്നത്. ഈ മിനിമം ഡോസ് എന്നുള്ള കൺസെപ്റ്റ് അറിയാവുന്നവരാരും ഈ ഇതുപോലുള്ള ഹോമിയോപ്പതിക് മെഡിസിന്റെ ഡിസ്പെൻസിങ് അറിയാവുന്നവരാരും ഈ കുറ്റം പറയത്തില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഒരു മെഡിക്കേറ്റഡ് പിൽസ്, സാധാരണ നമ്മളിപ്പം 2 വിധത്തിൽ ഉപയോഗിക്കുന്നു. ഹോസ്പിറ്റലിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നു. കാരണം ഡിസ്പെൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. മാത്രമല്ല ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ നമ്മുടെ മൗത്ത് ക്യാവിറ്റിലെ നെർവ് എൻഡിസിലൊക്കെ കൂടുതൽ ആക്ട് ചെയ്യാനും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടറിന് അധികം ഡോസ് ഇരിക്കാൻ പറ്റത്തില്ല. അത് കൂടി 3 to 5 days കഴിയുമ്പോൾ അത് പതുക്കെ ഡിക്കേ ആവാൻ തുടങ്ങും. അതുകൊണ്ട് കുറച്ചുകൂടെ ലോങ്ങർ ഡ്യൂറേഷൻ, ഒരാഴ്ച കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ പിൽസ്, മെഡിക്കേറ്റഡ് പിൽസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കാം. അതിനകത്ത് നമ്മൾ കുറച്ച് സ്പിരിറ്റോടെ ആഡ് ചെയ്യണം. അതായത് നമ്മൾ PL അതായത് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് കുറച്ച് നാളോടെ പ്രിസർവ് ചെയ്യാൻ പറ്റും. കൂടി വന്നാൽ 2 ആഴ്ച. ഇതിനപ്പുറത്തേക്ക് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ മെഡിക്കേറ്റഡ് പിൽസോ മെഡിക്കേറ്റഡ് ടാബ്ലറ്റ്സോ മെഡിക്കേറ്റഡ് ഷുഗർ മിൽക്കോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹനുമാന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് സിംഗിൾ മെഡിക്കേറ്റഡ് പെല്ലറ്റ്സ് ആണ് ഒരു പൗഡറിൽ നമ്മൾ ഇടുന്നത്. അല്ലെങ്കിൽ ഒരു 10 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1, 2, 3 ഗുളിക അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തുമാത്രം ആൽക്കഹോൾ, 16 ഡ്രോപ്സ് സ്റ്റാൻഡേർഡ് ഡ്രോപ്സ് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അത് 1 ml ആകത്തുള്ളൂ. അപ്പൊ ഒരു ഹോമിയോപ്പതി മെഡിസിൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിച്ചാൽ പോലും 16 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ 1 ml ആവുന്നു. അപ്പൊ എന്തുമാത്രം കുറവാണ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ്റെ അകത്തെ ആൽക്കഹോൾ കണ്ടൻസ്. ആൽക്കഹോൾ മെഡിസിൻ അല്ല, അതൊരു പ്രിസർവേറ്റീവ് ആണ്. സ്റ്റിൽ ഞാൻ അത് പറയാം. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സാധനങ്ങൾ പിന്നെ കൊടുക്കുന്നത് നമ്മൾ ഈ മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ് ഷുഗർ മിൽക്കിലിട്ട് ക്രഷ് ചെയ്താണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. ഒരു 1-2 മെഡിക്കേറ്റഡ് ഗ്ലോബ്യൂൾസ് ഷുഗർ മിൽക്കിലിട്ട്, ഒരു ഗ്രെയിൻ ഷുഗർ മിൽക്കിലിട്ട്, ഒരു ഗ്രെയിൻ 65 mg
അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലർ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡ്രോപ്പ് ഉപയോഗിക്കും. ഇനി ഗ്ലോബിൾസിലാണെങ്കിൽ നമ്മളൊരു ഡ്രം ഒരു ഡ്രം ഗ്ലോബിൾസ് മെഡിക്കേറ്റ് ചെയ്യാൻ മാക്സിമം 2 or 3 ഡ്രോപ്സ് മതി. എല്ലാ ഗ്ലോബിൾസും സ്റ്റാൻഡേർഡ് ആയിട്ട് മെഡിക്കേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇത്രയും അളവ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന മദർ ടിഞ്ചേഴ്സ്. അപ്പൊ മദർ ടിഞ്ചേഴ്സ് സാധാരണ ക്രൂഡ് ഫോം ഓഫ് ഡ്രഗ് ആണ്. അതിന്റെ പൊട്ടൻസി പറയുകയാണെങ്കിൽ 1x എന്ന് വേണമെങ്കിൽ പറയാം. മദർ ടിഞ്ചേഴ്സ് ഓർ അതിന്റെ ബേസിക് ഡ്രഗ്സ്. അപ്പൊ അവിടെ നമ്മൾ ചിലർക്ക് മെഡിസിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ മദർ ടിഞ്ചർ കൊടുക്കുമ്പോൾ സാധാരണ ചിലർ 5 ഡ്രോസ്, ചിലർ 2 ഡ്രോപ്സ് കൊടുക്കും, ചിലർ 10 ഡ്രോപ്സ് വരെ കൊടുക്കാം. പക്ഷെ ആ ഡ്രഗ് അതിന്റെ ടോക്സിസിറ്റിയോട് നമ്മൾ ചില ഡ്രഗ്സിന് കുറച്ച് മദർ ടിഞ്ചർ ആണെങ്കിൽ പോലും അതിന് ചില അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ആ മദർ ടിഞ്ചറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. അതാ ഏത് ടിഞ്ചറാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. പിന്നെ കുറെ ഡ്രഗ്സുകൾ നമ്മൾ 3x താഴെ ഉപയോഗിക്കാനേ പാടില്ല. അങ്ങനെ കുറെ ഡ്രഗ്സ് ഉണ്ട്. ആർസനിക്, ആൽബ, അങ്ങനെ കുറെ ഡ്രഗ്സ് 3x താഴെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡ്രഗ്സ് ഉണ്ട്, 6x താഴെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡ്രഗ്സ് ഉണ്ട്. ഇതൊക്കെ പ്രത്യേകം നമ്മൾ ഫാർമക്കോ വിജിലൻസിലൊക്കെ ഇത് പ്രത്യേകം പരാമർശിക്കുന്ന സംഭവം കൂടിയാണ്. ഇതൊക്കെയാണ് ഒരു ഹോമിയോപ്പതി മെഡിസിൻ. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന മെഡിസിൻ ഒരു ഡോസ് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു 10 ഡ്രോപ്സ് മദർ ടിഞ്ചർ കഴിച്ചാൽ പോലും 1 ml വരുന്നില്ല. ഈ 1 ml മരുന്ന് നമ്മൾ നാക്കിലിട്ടിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പം ആൽക്കഹോളിന്റെ പല പ്രൊഡക്ട്സ് ഈ ഹോമിയോപ്പതി മാത്രമല്ല അലോപ്പതിയിലും ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ പല കഫ് സിറപ്പും ബെനാട്ടിൽ അങ്ങനെ പല കഫ് സിറപ്പ് അല്ലെങ്കിൽ ഒരു മൗത്ത് വാഷ്, ഇതിലൊക്കെ ആൽക്കഹോൾ ഉണ്ട്. അതൊരു പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് അവരെല്ലാം ഉപയോഗിക്കുന്നു. സ്റ്റാൻഡേർഡ് പ്രിസർവേറ്റീവ് ആണ്. മെഡിക്കേറ്റഡ് ആൽക്കഹോൾ, മെഡിസിനൽ യൂസ് ഫോർ ആൽക്കഹോളിന് വളരെ അഡ്വൈസബിൾ ആണ്. കാരണം അത് ഒരുപാട് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആയുർവേദത്തിലെ ഒരു മരുന്ന് എക്സ്ട്രാക്ട് ചെയ്യാനും ആയുർവേദത്തിലെ അരിഷ്ടം, മാസവും ഇതിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് നല്ലോണം ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് കഴിച്ചാലും അടുത്ത് വരുന്ന ആൾ ചോദിക്കും, നീ ഒരു സ്മോൾ അടിച്ചോ എന്ന് വേണേൽ ചോദിക്കാം. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആ ഒരു സ്മെല്ല് നമ്മുടെ മൗത്തില് നമ്മൾ ഒന്ന് ഊതുമ്പം സ്മെല്ല് വരും, തീർച്ചയാണ്. പക്ഷെ നമ്മുടെ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ശരിക്കും ഒരു ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഫോറൻസിക് പ്രകാരം നമ്മുടെ ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ആണ് ശരിക്കും അതിന്റെ ഫൈനൽ ടെസ്റ്റ്. ഈ പിന്നെ ഒരു അനലൈസർ ഉപയോഗിച്ച് ആൽക്കഹോൾ അനലൈസർ ഉപയോഗിച്ച് ഇവർ ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു മെഷീൻ, ആ മെഷീനിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് എക്സ്പിരേഷൻ കൊടുക്കുകയാണ്. 1 മിനിറ്റ് ഒക്കെ നമ്മൾ എക്സ്പയർ ചെയ്യുമ്പം ആ എക്സ്പയർ എയറിലുള്ള ആൽക്കഹോളാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഈ അതിന്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ഇപ്പോഴത്തെ സെൻസേഴ്സിനും ഇപ്പോഴത്തെ ഈ ആൽക്കഹോൾ അനലൈസറിൽ അവർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അത് പലപ്പോഴും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾക്ക് വളരെ വിലക്കുറവാണ്. ഒരു 1500-2000 രൂപയൊക്കെ വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് ഒരു സാധനം മേടിക്കുക ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടെ ഇപ്പോഴത്തെ സാധനം ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടിലൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ അല്ലെങ്കിൽ ഫോറൻസിക് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ, എനിക്ക് തോന്നുന്നു അതിനൊരു 40,000 ഒക്കെ രൂപ വില വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇതിനകത്ത് ഒരു ml ബ്ലഡിൽ ഏതാണ്ട് 0.002% ആൽക്കഹോൾ ഉണ്ടെങ്കിൽ പോലും ഇത് സെൻസിറ്റീവ് ആവും, ഈ ടെസ്റ്റ് സെൻസിറ്റീവ് ആവും. അപ്പൊ അതാണ് അതിന്റെ ഒരു ആ ടെസ്റ്റിന്റെ സെൻസിറ്റിവിറ്റി ലെവൽ. അപ്പം ഒരിക്കലും നമ്മൾ ആൽക്കഹോളിന്റെ ഒരു ഫോം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു വണ്ടി ഓടിക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഇവർ ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫാൾസ് പോസിറ്റീവ് ടെസ്റ്റുകളും ഒക്കെ വരാം, തീർച്ചയായിട്ടും വരാം. അപ്പൊ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ സംശയം ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ ടെസ്റ്റിനെ കുറിച്ച്. ഞാൻ കൂടുതൽ നമ്മുടെ ഹോമിയോപ്പതിക് ആൽക്കഹോളിന്റെ യൂട്ടിലൈസേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പല വിധത്തിലുള്ള ആൽക്കഹോൾ സ്ട്രെങ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 100% ആൽക്കഹോൾ ഉണ്ട്. 99.96% ആൽക്കഹോളേ വരുന്നുള്ളൂ. കാരണം ആൽക്കഹോളിന് ഹൈഡ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ഉണ്ട്. അത് പെട്ടെന്ന്
അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിനൊക്കെ പിടിച്ച് പെട്ടെന്ന് സ്വയം ഹൈഗ്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ടൈപ്പ് കോപ്പർ സൾഫേറ്റ് ഒക്കെ പോലെ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് അത് സ്വയം ഡൈലൂട്ട് ആകുന്ന ഒരു സാധനം തുറന്നു വെച്ചാൽ. അതുപോലെ ആൽക്കഹോൾ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന സാധനമാണ് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിക്കേറ്റഡ് മെഡിസിൻ എല്ലാം വളരെ ടൈറ്റ് കണ്ടെയ്നർ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. കാരണം ആൽക്കഹോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇവാപ്പറേറ്റ് ചെയ്ത് പോയാലും അതിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി തീർച്ചയായിട്ടും അവിടെ അതിന്റെ മറ്റ് നമ്മൾ ആൽക്കഹോളിൽ മെഡിസിൻ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് മറ്റ് ഗ്ലോബുൾസ് മെഡിക്കേറ്റ് ചെയ്തൊക്കെയാണ്. അപ്പൊ ആ ഗ്ലോബുൾസിന് ഈ പവറിനെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇച്ചിരി മെഡിക്കേറ്റ് ചെയ്ത് പോയാലും എവാപ്പറേറ്റ് ചെയ്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഡ്രൈ ഫോമിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനൊക്കെ അങ്ങനെ തന്നെയാണ്. ആൽക്കഹോൾ മാത്രമേ എവാപ്പറേറ്റ് ഉള്ളൂ. മെഡിസിനൽ ഓറ എപ്പോഴും നമ്മുടെ സോളിഡ്സ് ആയിട്ട് ഇരിക്കുന്ന കാരിയർ, അതായത് ആ വെഹിക്കിളിനകത്ത് അത് പ്രിസർവ് ചെയ്യപ്പെടും. ഇതൊക്കെയാണ് നമ്മുടെ ഹോമിയോപ്പതി മരുന്നിന്റെ ഡിസ്പെൻസിങ് മെത്തേഡ്. എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ പല വിധത്തിൽ കൊടുക്കും. അത് ആളുകളുടെ ഇപ്പോൾ ദൂരയാത്രയ്ക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ഗൾഫ് കൺട്രീസിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ സോളിഡ് ഫോമിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ സ്മോൾ സ്കെയിൽ യൂസ്, അതായത് വളരെ ഒരാഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ അക്യൂട്ട് കേസിനൊക്കെ വാട്ടർ ഡോസ് തന്നെയാണ് നല്ലത്. അതിന് കുറച്ചുകൂടെ ആക്ഷൻ ഉണ്ടെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുമുണ്ട്. ഗവൺമെന്റ് അസിസ്റ്റ കൊടുക്കുന്ന മരുന്ന് മിക്കവാറും എല്ലാം തന്നെ നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് ഇതാണ്, ഈ വാട്ടറിന് ഉള്ള ആ പ്രോപ്പർട്ടി ഉണ്ട്. അത് ഒരു വൈഡർ ആസ്പെക്റ്റിൽ അത് നമ്മുടെ എല്ലാ നെർവ്സിനെയും ടച്ച് ചെയ്യും. മറ്റൊരു ഗുളിക എടുത്ത് നാക്കിലേക്ക് ഇട്ടാൽ അത് വളരെ ഏറ്റവും സ്മോളസ്റ്റ് ഡോസ് എന്ന ഒരു മെഡിക്കേറ്റഡ് പിൽസാണ്. അപ്പൊ അത് വളരെ ചെറിയൊരു ഏരിയയെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. വളരെ ചെറിയ നെർവ് എൻഡിങ്സിൽ കൂടെയാണ് നമ്മുടെ മരുന്നൊക്കെ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് ഇതിന്റെ. പിന്നെ നമ്മൾ ഓൾഫാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. പല മെത്തഡോളജി ഉണ്ട് ഡിസ്പെൻസിൽ. ഓൾഫാക്ഷൻ ഉപയോഗിക്കാം, ഹെൽത്തി പാർട്ട് ഓഫ് ദി സ്കിന്നിൽ കൂടെ മെഡിസിൻ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഹോമിയോപ്പതിക് മെഡിസിന്റെ ഡിസ്പെൻസിങ്ങിന് പല റൂട്ടുണ്ട്. ആ റൂട്ടിൽ കൂടെ നമുക്ക് ഉപയോഗിക്കാം. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഓറൽ റൂട്ട്, പിന്നെ ഓൾഫാക്ടറി റൂട്ട് ഉണ്ട്, സ്മെല്ല് ചെയ്യിക്കാം, പിന്നെ സ്കിന്നിൽ കൂടെ കൊടുക്കാം, ഐ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കാം, ഇയർ ഡ്രോപ്സ് ആയിട്ട് കൊടുക്കാം. കാരണം എല്ലായിടത്തും നെർവ്സ് ഉണ്ട്. നല്ല അവിടെ ഇത് ആക്ട് ചെയ്യുന്നതിന്റെ കാരണം എല്ലായിടത്തും നെർവ് എൻഡിങ്സ് കൂടെയാണ് മരുന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെൽത്തി ആയിട്ടുള്ള ഏത് പാർട്ടി കൂടെയും മെഡിസിൻ കൊടുക്കാമെന്നാണ് ഡോക്ടർ ഹനുമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഹോമിയോപ്പതിക് മരുന്നിന്റെ ആൽക്കഹോളിന്റെ ഉപയോഗവും ഡിസ്പെൻസിങ് മെത്തേഡുകളും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഈ ടെസ്റ്റ്, ഈ സംഭവം പത്രത്തിലൊക്കെ വന്നു, വലിയ വാർത്തയായി. സാധാരണ ആരും കൊടുക്കാത്ത ഒരു വിധത്തിലുള്ള വാർത്തയായിട്ട് അത് വന്നിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. കാരണം അടുത്ത ഒരു 1-2 ദിവസങ്ങളിൽ തന്നെ ഡോക്ടർ എബി ഫിലിപ്പ്, നമുക്കറിയാം ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ വിമർശകനാണ്, ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം ഒരുപാട് വീഡിയോസും ഒക്കെ ഇറക്കി വിടുന്നുണ്ട്. ഹോമിയോപ്പതിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രാക്ടീസിനേക്കാൾ കൂടുതൽ ഇതാ പരിപാടി എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു എബി ഫിലിപ്പ് ഈ എറണാകുളത്തെ ഒരു എല്ലാവർക്കും അറിയാം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം പറയുന്ന മിക്കവാറും ലിവർ ഡിസീസും ഈ ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം അലോപ്പതി മരുന്ന്, ഇപ്പം അലോപ്പതി മരുന്നിലെ ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും ഹെപ്പറ്റോടോക്സിക് ആണ്. പാരാസിറ്റമോൾ, നമ്മൾ ഉപയോഗിക്കുന്ന പാരാസിറ്റമോൾ തൊട്ട്, പാരാസിറ്റമോൾ വളരെ ഒരു ഹെപ്പറ്റോടോക്സിക് ഡ്രഗാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ പാരാസിറ്റമോൾ ഉപയോഗിക്കാൻ പോലും അവർ വിമുഖത കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ അവിടെ ഒരു പാരാസിറ്റമോൾ കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി 24 hours വെയിറ്റ് ചെയ്തിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും പാരാസിറ്റമോൾ ഒന്നും കഴിക്കേണ്ട, 1 or 2 degree ടെമ്പറേച്ചറിലുള്ള സാരില്ല തന്നെ പറഞ്ഞോളൂ. ആന്റിബയോട്ടിക്സ് വേണ്ട സമയത്ത് ചിലപ്പോൾ ഒരു ആന്റിബയോട്ടിക്സ് കൊടുക്കും. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ ഇപ്പം എല്ലായിടത്തും നമുക്ക് പോയി സ്വന്തമായിട്ട് പാരാസിറ്റമോൾ മേടിച്ച് കഴിക്കാം. എല്ലാവരും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് പോലും പറയുന്നത് കൊച്ചിന് 2 ഡോസ് പാരാസിറ്റമോൾ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവർക്ക് ടെമ്പറേച്ചറിനെ കുറിച്ചുള്ള ഒരു നമ്മുടെ പേഷ്യൻസിനൊക്കെ ടെമ്പറേച്ചർ ഉടനെ കുറയണം, ആ ഒരു എന്താ പറയാ, അതൊരു അവരുടെ മനസ്സിൽ എപ്പോഴും പൊങ്ങി വരുന്നതാണ്. ടെമ്പറേച്ചർ കുറഞ്ഞ അസുഖം കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഒരിക്കലും അങ്ങനെയല്ല. അപ്പം ഈ പാരാസിറ്റമോൾ വളരെ അധികം ടോക്സിക് ആണ്. ഒരു പാരാസിറ്റമോൾ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചോറിനകത്ത് വെച്ച് വെച്ച ഒരു എലിയൊക്കെ, ചെറിയ കുഞ്ഞെലിയൊക്കെ ചത്തുപോകും. അല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ? അപ്പൊ അത്രയും ഹെപ്പറ്റോടോക്സിക് ആണ് പാരാസെറ്റമോൾ. അതുപോലെ ഉപയോഗിക്കുന്ന മിക്കവാറും ആന്റിബയോട്ടിക്സും എല്ലാ ഡ്രഗ്സും
ലിവറിന് ഓവർലോഡ് ഉണ്ടാക്കുന്നു. ലേറ്റർ കുറേ നാൾ കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ ഈ ഡ്രഗ്സ് ഒക്കെ തന്നെ അത് ഒരുപാട് നമ്മുടെ ഹോമിയോപ്പതിയുടെ ഡ്രഗ്സിനെ കുറിച്ച് ഈ എബി ഫിലിപ്പ് എന്ന് പറയുന്ന ഡോക്ടർ ഇറക്കിയ ഒരുപാട് ആർട്ടിക്കിൾസിൽ അദ്ദേഹം ഒരു റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം പബ്ലിഷ് ചെയ്യാൻ പോലും അതോടെ ഒന്നില്ലെങ്കിൽ ഹോമിയോപ്പതി മരുന്ന് നിർത്തലാക്കണം ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മറിച്ച് ഈ ഞാൻ പബ്മെഡിലൊക്കെ ഒരുപാട് ആർട്ടിക്കിൾസ് ഇപ്പം ഞാൻ വേണം അയച്ചു അതിനകത്ത് ആ ആർട്ടിക്കിൾസിൽ പലതിലും പറയുന്നത് ഈ അലോപ്പതി ഡ്രഗ്സിന്റെ ടോക്സിസിറ്റി, അത് അവരുടെ അലോപ്പതി ഡോക്ടർമാർ തന്നെയാണ് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊന്നും ആരും പുറത്തു വിടുന്നില്ല. അതുപോലെ നമ്മളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഡേ തേർഡ് ഡേയിൽ ഹിന്ദുവിലോ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒക്കെ ഇത് വാർത്ത വന്നു. ഈ വാർത്ത നമ്മൾ ആദ്യം ഈ സംഭവം അതിന്റെ കൂടെ എബി ഫിലിപ്പിന്റെ വെർഷനും കൂടെ വന്നിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു കെട്ടിച്ചമച്ച കഥയല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ഈ കഥ ഒരു കെട്ടിച്ചമച്ച കഥയല്ലേ, നമ്മളത് ശരിക്കും എങ്ങനെയാണ് ഇദ്ദേഹം മരുന്ന് കഴിച്ചത്, ഈ ഡ്രൈവർ എങ്ങനെയാണ് മരുന്ന് കഴിച്ചത്, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒന്നുകൂടെ അതൊരു അവര് ഒരു ട്രയലൂടെ നടത്തി നോക്കി അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് കണ്ടു. പക്ഷെ ഏത് മരുന്ന് കഴിച്ചാൽ ഇപ്പോഴും നമുക്കറിഞ്ഞോളൂ. ഒരു ഹോമിയോ ഡോക്ടർ കൊടുക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ് ഡോസ് തന്നെ കൊടുക്കത്തുള്ളൂ. പിന്നെ ഇവർ ഓവർ ആയിട്ട് സ്വന്തമായിട്ട് പോയി മേടിച്ച് കഴിക്കാൻ, ഇപ്പൊ കഫ് സിറപ്പ് ഒക്കെ കഴിക്കാം. ഹോമിയോപ്പതിയിൽ കഫ് സിറപ്പ് ഉണ്ട്. അതേപോലെ മദർ ടിഞ്ചറൊക്കെ മേടിച്ച് അവര് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കുമ്പോഴും ഒരുപാട് എടുത്ത് കഴിച്ചാൽ അതിനകത്ത് ആൽക്കഹോൾ വരും. ആൽക്കഹോൾ ഒരു ഈ പറഞ്ഞ ചെറിയ തോതിലുള്ള ഈ പറഞ്ഞ ഡോസൊക്കെ ആണെങ്കിൽ 1 ഡ്രോപ്പ് ഒക്കെ ആണെങ്കിൽ അതൊരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഈ ആൽക്കഹോൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ പിന്നെ അതിന്റെ സാന്നിധ്യം അവിടെ കാണത്തില്ല. അതാണ് ശരിക്കുള്ള ചെയ്യേണ്ടത്. അപ്പം ഫൈനലായിട്ട് എപ്പോഴും ആൽക്കഹോളിന്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് അനലൈസ് ചെയ്യുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, നമ്മളെ നേരെ വായിലേക്ക് ഊതിക്കുക. ഞാനൊരിക്കൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ 10-32 വർഷം മുമ്പാണ്, വഴി വെച്ചിട്ട് ഞാനന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് ക്ലിനിക്ക് അടയ്ക്കാൻ നേരത്ത് പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് പറഞ്ഞു, നീ എങ്ങാനും വായിൽ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് അവർ പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ എനിക്ക് നോക്കിക്കളയാന്ന് പറഞ്ഞ് അവിടുന്ന് 2 ഡ്രോപ്പ് ഇതെടുത്ത് ഈ PL എടുത്തു, നാട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പം ആ പുള്ളി പറഞ്ഞു, അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി സ്മോളൊക്കെ കഴിക്കുന്ന പുള്ളിയാണ്. പുള്ളി പറഞ്ഞു, ഞാൻ എപ്പോഴും പോക്കറ്റിട്ട് നടക്കുന്ന സാധനമുണ്ട് എന്ന് പറഞ്ഞൊരു കച്ചോലം എടുക്കുന്നു. കച്ചോലം എന്ന് പറഞ്ഞൊരു സാധനം, ഇത് കഴിച്ചാൽ ഈ സ്മെല്ലൊന്നും വരത്തില്ല, അതുകൊണ്ട് നീ ഇത് കടിച്ചു നോക്കാന്ന് പറഞ്ഞു. ഞാൻ രസം നീ കച്ചവടം പിടിച്ചിട്ട് പോകുന്ന വഴിക്ക് കറക്റ്റ് അവരൊന്ന് അന്ന് ഈ ടെസ്റ്റൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ആൽക്കഹോൾ ഇങ്ങനെ ടെസ്റ്റൊക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിടിച്ചു, ഒരു 88-ലൊക്കെയാണ് പിടിച്ചിട്ട് ഊതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് മടിയാ, കാരണം ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ ഊതണ്ട്. ഒരു ചെറുപ്പക്കാരനായ പോലീസുകാരനെ ഊതാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഊതിക്കൊടുത്ത പുള്ളി ചോദിച്ചു, സ്മോൾ അടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. വേറെ എന്തെങ്കിലും മരുന്ന് ആയുർവേദ ഇഷ്ടമെല്ലാം കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. ഞാൻ സാധനം പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു ഡോസ് മരുന്ന് കഴിച്ചിരുന്നു. പുള്ളി പിന്നെ എന്നോട് വളരെ ക്ലോസ് ആയി കുറെ നേരം സംസാരിക്കും. അപ്പം അവിടുത്തെ SI ഉണ്ട്, അദ്ദേഹം ഉള്ള സ്റ്റൈലിലേക്ക് ഇരിക്കുകയാണ്. അതേ ഓടി വന്ന്, എന്താ അവിടെ പ്രശ്നം, എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാക്കുമെന്ന് കരുതി അദ്ദേഹം തിരിച്ചു വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അന്ന് ഊതുമ്പോൾ അവർക്ക് വേറെ അന്ന് ഈ മറ്റേ ഇതൊന്നും ഇല്ല, എക്വിപ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ അവര് നേരെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ നേരെ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ശരിക്കുള്ള സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഇപ്പോഴത്തെ അനലൈസർ അതിനകത്ത് റിസൾട്ട് വരുവാണ്, അത് കറക്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്ത് റിസൾട്ട് വരും. ഇപ്പോഴത്തേതാണ് അത് വളരെ സെൻസിറ്റീവ് ആണ്. ഇപ്പോൾ ഒരുപാട് ക്രോമറ്റോഗ്രാഫി, ഒരുപാട് ടെക്നിക്സ്, അഡ്വാൻസ് പിന്നെ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ സെൻസിറ്റീവ് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചെറിയ ശതമാനം ആൽക്കഹോൾ ഉണ്ടെങ്കിൽ പോലും അത് എടുത്ത് കാണിക്കും. അത് ഏത് സാധനമാണ്, ഇപ്പൊ ഈ പറഞ്ഞ അലോപ്പതി മരുന്ന് കഴിച്ചാലും ആയുർവേദ മരുന്ന് കഴിച്ചാലും ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാലും കാണിക്കും. ഇതാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ള സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയാണ് എനിക്കിപ്പം ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഡോക്ടർ തനേഷ് ഇന്നലെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വേറെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഈ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ പറഞ്ഞു തന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുക്കട്ടെ. വേണുഗോപാൽ ഡോക്ടർ നല്ല രീതിയിൽ ഹോമിയോപ്പതി മരുന്നും ആൽക്കഹോളും എന്ന വിഷയത്തിൽ ഒരാമുഖമായി അവതരിപ്പിച്ചു. ഇനി ഈ നമ്മുടെ സൂമിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ
താല്പര്യമുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. മനോജ് ഡോക്ടർ. നന്ദി ഡോക്ടറെ, കേട്ടോ. അപ്പോൾ ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങൾ എനിക്ക് ആഡ് ചെയ്യാനല്ല, ഒരു സംശയമുണ്ട്, ഉൾപ്പെടെ പറയാം. ഒന്ന്, ഈ പറഞ്ഞ ഡിസ്പെൻസറിലെ മെഡിസിൻ കൊടുക്കുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഒരു ഡിസ്പെൻസറിലും മെഡിസിൻ വെള്ളത്തിൽ കൊടുക്കാറില്ല. അതൊരു 10-15 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ എല്ലായിടത്തും അതിന്റെ സംവിധാനമുണ്ട്, ഗുളിക തന്നെ കൊടുക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നമ്മുടെ IFPSന്റെ ഗ്രൂപ്പ് ഡോക്ടർ യഹി ഒരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് പറയുന്നത് 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് അതിലുണ്ടാകില്ലെന്നാണ് പറയുന്നത്. പക്ഷെ വേറെ കാര്യം, ഞാൻ ഈ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ സംസാരിച്ച ഡോക്ടർ പറയുണ്ടായി, ഡോക്ടർ ഒരു പേഷ്യന്റ് ഈ ഗ്ലോബ്യൂളാണ് നാക്കിൽ അലിയിച്ചിറക്കൊണ്ട് പോയി പോലീസ് പിടിച്ചു എന്നാണ്. കാരണം ഈ സ്മെല്ല് ഉണ്ടായിരുന്നതാണ്. അപ്പം ഈ ഓറൽ മ്യൂക്കസ് മെംബ്രെയിനില് ഒരു 15 to 20% മിനിറ്റ്സ് വരെ ഇതിന്റെ ഒരു സ്മെല്ല് നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പിന്നെ വേറെ കാര്യം, നമ്മൾ മുമ്പ് ഫോറൻസിക് മെഡിസിൻ പഠിച്ചിട്ടുള്ളത്, ഇന്ത്യയിൽ അങ്ങനെ ഒരു ബ്ലഡ് കണ്ടന്റ് ഇത്ര മില്ലിഗ്രാം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിലും ഓരോ സ്റ്റാൻഡേർഡാണ്. ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ ക്ലിയർ ചെയ്യണമെന്ന് കൊള്ളാം. അത് എത്ര മില്ലിഗ്രാം ആൽക്കഹോൾ വരെ ആകാന്നുള്ളത് ഇന്ത്യയിൽ അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, ഹനിമാൻ ഒരു മിനിമം ഡോസ് പറയുന്നുണ്ട്. നമ്മൾ അത് അനുസരിച്ച് പോയി വേനൊന്നും ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്, 1 or 2 pellets the size of poppy seeds. അതായത് ആ പോപ്പി സീഡ് എന്ന് പറയുമ്പോൾ 200 of them will weigh a grain. എന്നാലോചിച്ചോ, ഡോക്ടർ 65 മില്ലിഗ്രാം ആണ് ഈ പറഞ്ഞ ഒരു ഗ്രെയിൻ. അപ്പൊ ഈ 1 മില്ലിഗ്രാം ഒരു ഗ്രെയിൻ എന്ന് പറയുമ്പോൾ 200 ഗുളികയാണ്. അതിനകത്ത് 1 or 2 pellets. Cut between the index and thumb finger in 1 or 2 grains of sugar of milk. This is a standard dose prescribed by Haniman. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഓരോ ചെയ്യുമ്പോൾ അത് ഓൾട്രേഷൻ കമ്മീഷൻ. എന്നിരുന്നാൽ പോലും അതിന് കൺസെൻസ് ഉണ്ടാവണം, നല്ലതായിരിക്കും. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ അതിന് എലിജിബിൾ പേഴ്സൺ ആണ്, ഒരു കോളേജിലെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. അപ്പൊ നമ്മൾ ആ ഒരു നല്ല കൺസെൻസ് ഉണ്ടാക്കുകയും ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണം, നല്ലതായിരിക്കും തോന്നുന്നു. ഭാവിയിൽ വളരെ പ്രോബ്ലം ഉണ്ടായിരിക്കും, ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ ജേണലിൽ ആർട്ടിക്കിൾ പറയുന്നത് 15 to 20 മിനിറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പുറത്തു പോകുന്നതായിരിക്കും നല്ലത്. അതൊരു പ്രായോഗികമായ ഒരു അഭിപ്രായമാണ്. പിന്നെ ഡോക്ടർ വേറെ കാര്യം പറഞ്ഞത്, ഈ മദർ ടിഞ്ചർ 1x, എനിക്ക് സംശയമാണ്. മദർ ടിഞ്ചർ എങ്ങനെ 1x ആവുന്നത്? അത് സംശയമുണ്ട്. ഡോക്ടർ പറഞ്ഞോളൂ. അത് 1/10 ആണ് ഡ്രഗ് സ്ട്രെങ്ത്. മദർ ടിഞ്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡ്രഗ് സ്ട്രെങ്ത് 1/10 ആണ്. മോഡേൺ മെത്തേഡില് എല്ലാ ടിഞ്ചറിന്റെ അപ്പൊ അത് ഈക്വൽ ടു 1x. നമ്മൾ 1x അവിടെ സക്കഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതല്ല, രണ്ട് പ്രോഡക്റ്റ് സെപ്പറേറ്റ് അവൈലബിൾ ആണല്ലോ. 1x ടിഞ്ചർ സെപ്പറേറ്റ് അവൈലബിൾ അല്ലേ ഇപ്പൊ മാർക്കറ്റിൽ? അപ്പൊ എങ്ങനെ? അത് ഇല്ല, അത് മദർ ടിഞ്ചർ ഒരിക്കലും കഴിഞ്ഞാൽ 1x കിട്ടത്തില്ല. ലിക്വിഡ് ആയിട്ടുള്ള അല്ല, ആ കിട്ടുന്ന സെല്ലിന്റെ 1/10 ആകുമ്പോഴേ ഫസ്റ്റ് 1x ആവുള്ളൂ ഡോക്ടർ. അല്ല ഡോക്ടർ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്രഗ് സ്ട്രെങ്ത് ആണ് അവിടെ. നമ്മളെപ്പോഴും ഫാർമസിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് സ്ട്രെങ്ത്. നമ്മൾ പൊട്ടൻസി സ്കെയില് പറയുമ്പോ ആദ്യമുള്ള ക്രൂഡ് മെഡിസിൻ ആദ്യമായിട്ട് ഇടുന്ന, അതുകൊണ്ട് മദർ ടിഞ്ചർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ 1/10 വരുമ്പോഴാണ് 1x ആവുന്നത്. കാരണം അല്ല ഡോക്ടറെ, കാരണം നമ്മളെ ഫാർമക്കോപ്പിയെ തന്നെ ഫാർമക്കോപ്പി എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാതെ. കാരണം വെച്ച് കഴിഞ്ഞാല് എസ്പെഷ്യലി ഈ ഡെസിമൽ സ്കെയിലുള്ള സാധനം നമ്മൾ 2x ഉണ്ടാക്കുന്നത് മദർ ടിഞ്ചറിൽ നിന്നാണ്. ഡയറക്റ്റ് 2x ആണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അവിടെ 1x ഉണ്ടാക്കുന്നില്ല. പിന്നെ ട്രൈച്ചുറേഷൻ തനിയെ ഉണ്ടാക്കുന്നത്, ഇപ്പൊ നമ്മൾ ടിഷ്യൂ റെമഡീസ് ഇതൊക്കെ ട്രൈച്ചുറേഷൻ മാത്രം ആ സാധനം എടുത്തിട്ട് ഡയറക്റ്റ് ഇപ്പൊ സൾഫർ ആണെങ്കിൽ 1x കിട്ടും. കാരണം വെച്ചാൽ സൾഫർ നമ്മൾ ക്രൂഡ് സൾഫറിൽ നിന്ന് നേരിട്ട് ഡെസിമൽ സ്കെയില് 9:1 റേഷ്യോയില്, സെന്റെസിമൽ സ്കെയിൽ 99:1 റേഷ്യോ. അപ്പൊ 99 പാർട്ട് വെഹിക്കിള് ഷുഗറോ മിൽക്കും 1 പാർട്ട് ഡ്രഗും, ക്രൂഡ് ഡ്രഗ് ഇട്ട് ചെയ്യുമ്പോൾ അത് 1x ആവും. പക്ഷെ മദർ ടിഞ്ചറിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ മദർ ടിഞ്ചറിന്റെ എല്ലാം സ്റ്റാൻഡേർഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ 1/10 ഡ്രഗ് സ്ട്രെങ്ത് ആണ്. ഇപ്പൊ പുതിയ മദർ ടിഞ്ചർ എല്ലാം അങ്ങനെയാണ്. ഈ മാസറേഷൻ ആൻഡ് പെർക്കലേഷൻ അവിടെ അപ്പൊ രണ്ട് മോഡേൺ മെത്തേഡ്. ഈ സക്കഷൻ ഇല്ലല്ലോ, സക്കഷൻ നടക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ പറയാൻ പറ്റും? ഇല്ല, സക്കഷൻ നടക്കുന്നില്ല. അപ്പൊ നമ്മളിപ്പോ 6x നിന്ന് പിന്നെ എല്ലാ മെഡിസിനും 8x കൺവേർട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇതുപോലെ ഇതില്ല, നമ്മൾ സക്കഷൻ കൊടുക്കുന്നില്ല. 6x കൺവേർട്ട് ചെയ്ത് 7x ഇല്ലാതെ തന്നെ 8x ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ രണ്ട് ഭാഗത്തും പൊട്ടൻസി എന്ന് പറയുമ്പോൾ
ഡോക്ടർ അത് എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഈ ഫാർമസി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഫാർമക്കോപ്പിയെ റെഫർ ചെയ്തപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഡോക്ടർ ഉണ്ടെങ്കിൽ ഫാർമക്കോപ്പിയുടെ ഫസ്റ്റ് വോളിയം എടുത്ത് റെഫർ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മദർ ടിഞ്ചർ ചെയ്യുന്ന നേരിട്ട് ഡെസിമൽ സ്കെയിലിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ 2x ആണ് ഉണ്ടാക്കുന്നത്. 1x മദർ ടിഞ്ചർ ഇറ്റ് സെൽഫ് ഈസ് 1x എന്നാണ് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അതിന്റെ അപ്പൊ ഡ്രഗ് സ്ട്രെങ്ത് അങ്ങനെയാണെങ്കിൽ ആണ് വരുന്നത്. അല്ല, അപ്പൊ അങ്ങനെ 1x സാധനം നമ്മുടെ മാർക്കിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ. അല്ല, ശരിക്കും നമ്മൾ 1x ഉപയോഗിക്കാൻ പറയാം. 1x അല്ലേ, ശരിയല്ലേ? 1x എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ഈക്വൽ ടു 1x, അതായത് ഈ അവിടെ സക്കഷൻ ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ 2x തൊട്ടാണ് ശരിക്കും നമ്മൾ സക്കഷൻ ചെയ്യുക. 2xലോട്ട് വരികയാണ് ഓക്കെ ഡോക്ടർ, ഡയറക്റ്റ്. ഓക്കെ. അത് ഞാൻ ശരിയാണ്, ഈ സംശയം എനിക്കും തോന്നിയിട്ടുണ്ടെങ്കിലും ഫാർമക്കോപ്പിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റുഡൻസിനെ ചെയ്യിക്കുന്ന പോലെ അങ്ങനെയാണ്. അത് ഡോക്ടർക്ക് വേണേൽ ഞാൻ അത് ഓക്കെ. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അയച്ചു തരാം. ഇത് ഞാൻ സംശയം അല്ലാതെ ഞാൻ വാദിച്ചതല്ല, ഇതാണ് ഫാക്ട്. മദർ ടിഞ്ചറിൽ നിന്ന് ഉണ്ടാക്കുന്ന ഡെസിമൽ ഓക്കെ. സ്കെയിലിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വേറെ എന്താ പറഞ്ഞു? ഈ 20 മിനിറ്റ്സ് അത് കറക്റ്റാണ്. 20 മിനിറ്റ്. ഇനി ഒരു ഡോക്ടറെ, ഇനി ഒരു 3-4 ഹാൻഡ് റൈസേഴ്സ് ഉണ്ടേ. അറിയാം ഡോക്ടർ, അടുത്ത വിളിക്കും. ശരി. ഡോക്ടർ ഈ മൊബൈൽ കൊണ്ട് കാണാൻ പറ്റും. അറിയാം ഡോക്ടർ, പ്രോബ്ലം ഉണ്ട്. ഞാൻ ശ്രീധരക്കുറുപ്പ് സാറ് ഭദ്രൻ സാറിനെ കണ്ട് അൺമ്യൂട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ശരി, ശരി, ഓക്കെ. കേൾക്കാവോ? ഞാൻ ഇവിടെ കേരളത്തിലെ കോട്ടയത്താണ്. കുറച്ച് വന്നിട്ട് അന്നേരം കേൾക്കാവോ എന്നുള്ള റേഞ്ചിന്റെ പ്രശ്നം. കേൾക്കാവോ? ഡിസ്റ്റർബൻസ്. കേൾക്കാമോ? ഡിസ്റ്റർബൻസ്. കേൾക്കാം സാറേ, കേൾക്കാം. എനിക്ക് 1-2 ചോദ്യമുണ്ട്, ചോദിക്കാമല്ലോ? ചോദിച്ചോ സാർ. ഒന്ന്, നമ്മളെ ഈ ഹോസ്പിറ്റലിലൊക്കെ ഡിസ്പെൻസ് ചെയ്യുമ്പം പേഷ്യന്റ് മണത്ത് നോക്കിയിട്ട് പറയാം ഇതിൻ്റെ അകത്ത് ഒന്നും ഒഴിച്ചിട്ടില്ല, മിനിമം ഡോസ് ഒഴിച്ചു കഴിയുമ്പോൾ അതിനൊരു സ്മെല്ലൊന്നും ഇല്ല. അവർ പറയും ഓ ഇത് വെറുതെയാ. ഞാനിത് കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഒന്നൊന്ന് ചോദിക്കണം, എല്ലാം കൂടെ ഒന്നിച്ച് ചോദിക്കണം. ഹലോ, അല്ല, ക്വസ്റ്റ്യൻ എല്ലാം കൂടെ സാർ പറഞ്ഞോ? സാർ ക്വസ്റ്റ്യൻ പറഞ്ഞു അങ്ങനെയല്ലേ വേണുഗോപാൽ ഡോക്ടർ? എന്താ ഓരോന്നായിട്ട് ചോദിക്കണോ? ഇല്ല, അത് നമ്മൾ മെഡിസിൻ ഒരു ഡ്രോപ്പ് ഒഴിച്ചാല് അല്ല, ഒരു ഗ്ലോബ്യുലർ, ഹനുമാൻ പറയുന്ന സ്റ്റാൻഡേർഡ് ഒരു മെഡിക്കേറ്റർ ഗ്ലോബ്യുലാണ് അവിടെ ഇടുക. അല്ലെങ്കിൽ ഒരു ഡോസ് പൗഡർ, ഒരു ഗ്ലോബ്യുൽ എടുത്തിട്ട് ശരിക്കും ചെയ്യുന്നത് ബുക്സിൽ പറയുന്നത് ഒരു മെഡിക്കേറ്റർ ഗ്ലോബ്യുൽ എടുത്തിട്ട് ഒരു ഗ്രെയിൻ ഷുഗറോ മിൽക്കിൽ വെച്ച് ക്രഷ് ചെയ്തിട്ട് അതാണ് ഡിസോൾവ് ചെയ്യാൻ പറയുന്നത്. അത്ര ഒരു സ്മോൾനെസ് ഓഫ് ഡോസിനാണ് ഹനുമാന്റെ കൺസെപ്റ്റ്. പിന്നെ നമ്മളതിനകത്ത് സ്മെല്ല് വരണം എന്നൊക്കെ പറയുന്നത് പേഷ്യന്റിന്റെ ശരിയാ, അവർക്ക് ഇതൊരു പച്ചവെള്ളം കുടിക്കുമ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഈ PL, അതായത് ഈ ഇച്ചിരി ആക്ടിവേറ്റഡ് സ്പിരിറ്റ് വല്ലതും നമുക്ക് ചേർത്താൽ അതൊരു വാട്ടറിനെ പ്രിസർവേറ്റീവ് ആവും, മരുന്നിന് വേറെ കുഴപ്പമുണ്ടാകത്തില്ല, ഈ പറഞ്ഞ സ്മെല്ലും കിട്ടും. അതാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ മിക്കവാറും വാട്ടർ ഡോസ് കൊടുക്കും. ഈ അക്യൂട്ട് ഡിസീസിന് മിക്കവാറും വാട്ടർ ഡോസ് കൊടുക്കണം. അത് തന്നെ പ്ലസിംഗ് മെത്തേഡിലും കൊടുക്കാറുണ്ട്. 1/2 1/3 പ്ലസിംഗ് മെത്തേഡിലൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നല്ല ആക്ഷൻ. അക്യൂട്ട് ഡിസീസിലൊക്കെ, ഫീവറിലൊക്കെ നമ്മൾ വിചാരിക്കും ഇത്രയും ചെറിയ ഡോസ് കൊടുത്താൽ അങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. പക്ഷെ പേഷ്യന്റ് അത് പ്രാക്ടീസിലായ അവരത് ചെയ്യും. അവർക്ക് ഇപ്പൊ അത് പ്രശ്നമില്ല, അവരങ്ങനെയും ചിന്തിക്കുന്നില്ല. പിന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഒരു ഡോസ് കൊടുത്തൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നാൽ തീർച്ചയായിട്ടും ചോദിക്കും ഇതിനകത്ത് മരുന്നൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ആരും തന്നെ ഞങ്ങളുടെ ഇവിടെ ഒന്നും ആരും ചോദിക്കാറില്ല. അങ്ങനെയാണ്. പിന്നെ അതിനകത്ത് വേണമെങ്കിൽ 1 or 2 or 3 ഡ്രോപ്സ് നമുക്ക് ഈ റെക്ടിഫൈഡ് സ്പിരിറ്റ് വേണമെങ്കിൽ അതിനകത്ത് ചേർക്കാം. പ്ലാസിബോ ആയിട്ട് കിട്ടുന്ന ആ സ്പിരിറ്റ് ചേർത്താൽ അതൊരു പ്രിസർവേറ്റീവ്, ആ വാട്ടറിനെ കുറച്ചുകൂടെ പ്രിസർവ് ചെയ്യുകയും ചെയ്യും, മെഡിസിനെ പ്രിസർവ് ചെയ്യും. അതേസമയം ഈ പറഞ്ഞ ഒരു ആൽക്കഹോളിന്റെ ഒരു സ്മെല്ലും അതിന്റെ ഒരു ബ്ലാൻഡ് ടേസ്റ്റും കിട്ടും. അത് ശരിയാണ് സാറ് പറഞ്ഞത്. അത് ഡിപ്പെൻസ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഒരു മെഡിസിൻ എത്ര വർഷം വരെ അതിന്റെ എഫക്ട് നിലനിൽക്കും? നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് വെച്ചാൽ എത്ര വർഷം വരെ അത് യൂസ് ചെയ്യാം? നമ്മുടെ വിശ്വാസം. എവാപ്പറേറ്റ് ആൽക്കഹോൾ എവാപ്പറേറ്റ് അതിന്റെ മെറ്റീരിയൽ ഇത് കാണുമല്ലോ, പവർ കാണുമല്ലോ.
എത്ര നാൾ വരെ ഗ്ലോബ്യൂൾസ് അല്ലേ കാണുമെന്ന്? സാറ്? ഗ്ലോബ്യൂൾസ് ആണോ ഉദ്ദേശിച്ചത്? അതെ, ഗ്ലോബ്യൂൾസും രണ്ടും പറഞ്ഞു കുഴപ്പമില്ല, വേറെ ഉള്ളവർക്ക് കൂടെ വേണ്ടിയാ. അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് നമ്മൾ മെഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് ദിവസം, കാരണം ഈ ഡിസ്റ്റിൽഡ് വാട്ടർ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് പോകും, കൂടി വന്ന ഒരാഴ്ചയേ ഉള്ളൂ. അതാണ് വാട്ടർ ഡോസിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഗ്ലോബ്യൂൾസ് മെഡിക്കേറ്റ് ചെയ്താൽ ഈ ഗ്ലോബ്യൂൾസിന്റെ നമ്മൾ ഇത് നോക്കണം. ആദ്യം ഗ്ലോബ്യൂൾസ് നല്ല പ്യുവർ ആണോ, അതിന്റെ പ്യൂരിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഈ ഗ്ലോബ്യൂൾസ് പിന്നെ അതിന് ഫംഗസ് വരാനോ, അല്ലെങ്കിൽ അത് നമ്മൾ ഇച്ചിരി ഇതിന്റെ കോർക്കൊക്കെ നല്ല ടൈറ്റ് അല്ലെങ്കിൽ അത് ശരിക്കും വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് അത് ഫംഗസ് ആകും, അതിന്റെ ഡീകളറൈസേഷൻ വരും, മഞ്ഞ കളർ വരും. ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇട്ടു അതവിടെ കിടന്നിട്ട് എനിക്ക് എന്താ ചോദിച്ചത്? എന്റെ മുറിയല്ലേ, അതിനകത്ത് വേറെ ആളും. ഇങ്ങനെ ഒരു കൊല്ലം കിടന്നാലും അവിടെ കിടക്കും. ധനേശ്വരത്തെ ഏതോ ഒരു സ്ഥലത്ത് ധനേശ്വർ disturbance ഉണ്ട്. ആൻസർ പറഞ്ഞു കഴിഞ്ഞോ? ഇല്ലില്ല, പറഞ്ഞില്ല. അത് ഗ്ലോബ്യൂൾസ് ഡിസ്കളറേഷൻ വന്നാൽ അത് യൂസ് ചെയ്യരുത്. ഇപ്പൊ യെല്ലോ കളറോ ഡിസ്കളറേഷൻ വന്നാൽ യൂസ് ചെയ്യരുത്. പിന്നെ തമ്മി ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഇത് എത്ര നമ്മളെ അത് പ്രിസർവ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈറ്റിൽ നിന്നും അതുപോലെ സൺലൈറ്റിൽ നിന്നൊക്കെ മാറി നല്ലോണം പ്രൊട്ടക്ട് ചെയ്ത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ എത്ര നാൾ വേണേ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഹനുമാൻ മെഡിക്കേറ്റ് ചെയ്ത പിൽസ് ഹനുമാൻ ആശുപത്രിയിൽ ജർമ്മനിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹനുമാൻ മെഡിക്കേറ്റ് ചെയ്ത പിൽസിനെ അവര് മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ വിതരണം ചെയ്യാറുണ്ടെന്ന് കേട്ടിരിക്കണം. അപ്പം അതൊരിക്കലും അതിന്റെ പ്രിസർവേറ്റീവ് പ്രോപ്പർട്ടി പോകത്തില്ല. ആ ഡ്രഗ്സിന്റെ ഓറ അതിനകത്ത് ഇരിക്കും തീർച്ചയായിട്ടും. ആൽക്കഹോൾ കുറെ ഇവാപറേറ്റ് ചെയ്ത് പോയാൽ അതാണ്. കാരണം ഓരോ ഗ്ലോബ്യൂൾസിനും നല്ല കാപ്പിലറീസ് ഉണ്ട്. ആ കാപ്പിലറീസിൽ കൂടെ ആണ് മെഡിസിൻ അതിനകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് അതിന്റെ കേപ്പബിലിറ്റി അവിടെ ഉണ്ടാവും, അതായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതാണ്. പിന്നെ ഡിസ്കളറേഷൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ തീർന്നു. ഡിസ്കളറേഷനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരു ചാറ്റ് ബോക്സിൽ വന്നു. ഡിസ്കളറേഷൻ മഞ്ഞ നിറമാണെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ഗ്ലോബിൾസ് നല്ല പെർഫെക്റ്റ് ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, ആ കളർ മാറി അതിന് മഞ്ഞ നിറോ, ചിലപ്പോൾ കോർക്ക്, നമ്മളിപ്പോ കോർക്കാണ് ഉപയോഗിക്കുന്നത്, കോർക്കിന്റെ ഇത് വരാം. ഗ്ലാസ് ഗ്ലോബിലാണ് അഡ്വൈസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഗ്ലോബിൾസ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ന്യൂട്രൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും അത് ഒരുപാട് നാൾ അഡ്വൈസ് ചെയ്യാൻ പാടില്ല. കാരണം പല പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കണ്ടെയ്നേഴ്സിനകത്ത് ഒരുപാട് സംഭവമുണ്ട്. നല്ല ന്യൂട്രൽ ഗ്ലാസ് ആയിട്ടുള്ള ബോട്ടിലാണ് ശരിക്കും നമ്മുടെ ഫാർമസി ബുക്കിലും ഫാർമക്കോപ്പിയിലൊക്കെ പറയുന്നത്. അതാണ് ഐഡിയൽ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ആരും ഉപയോഗിക്കാറില്ല അധികം. പക്ഷെ ഉപയോഗിക്കാൻ ഇപ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് മെഡിസിന്റെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ന്യൂട്രൽ ഗ്ലാസ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ നാൾ നിൽക്കും. അതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ 6Xഉം 3Xഉം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ അവിടുത്തെ ഒരു ഡിസ്കളറേഷൻ കാണുന്നുണ്ട് ഈ ബയോകെമിക് മെഡിസിൻ. അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? സാറേ, ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിക്കളയണം. കാരണം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുമ്പം അതിനകത്ത് ഇച്ചിരി ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നിട്ടാണ് ഈ മിക്കവാറും ഒരുപാട് ഫംഗസ് ഉണ്ടല്ലോ നമ്മുടെ. അപ്പൊ അതാണ് ഇച്ചിരി മോയ്സ്ചർ കൂടെ വരുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരും. അതായിരിക്കാം ആ ഡിസ്കളറേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒന്നുകൂടെ, നമ്മൾ ചില നല്ല കമ്പനിയുടെ മെഡിസിൻ മേടിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് എവാപറേറ്റ് ചെയ്ത് ഒരു 2-3 മാസം കഴിയുമ്പം അതിൻ്റെ അകത്ത് ഒരു തൊടിയോ 2 തൊടിയോ ചിലപ്പോൾ കുപ്പി മാത്രമേ കാണുള്ളൂ. അതിൻ്റെ അകത്ത് ഡിസ്റ്റർ വാട്ടർ എടുത്തിട്ട് സക്കസ് ചെയ്ത് കൊടുത്താൽ അതിന് എഫക്റ്റ് കിട്ടുകയാണ്. ശരി സാർ, അത് ശരിയാണ്. പക്ഷെ അത് ഈ കുപ്പിക്ക് ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടെ ഇവാപറേറ്റ് ചെയ്യും. ആൽക്കഹോൾ ആൽക്കഹോളിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. ഹൈലി വേപ്പറബിൾ ആണ്. അത് ആൽക്കഹോൾ തുറന്നു വെച്ചാൽ കുറച്ച് സമയം അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് ഏതെങ്കിലും സോഴ്സിൽ കൂടെ അത് പുറത്തു പോകാനുള്ള ഒരു സാധ്യത. അതിന്റെ കോർക്ക് നല്ല ടൈറ്റ് ഫിറ്റിംഗ് കോർക്ക് അല്ലെങ്കിൽ ഹീറ്റിലോ സൺലൈറ്റിലൊക്കെ വെച്ചാൽ തീർച്ചയായിട്ടും അത് പതുക്കെ ആ ഗ്ലാസിന്റെ മൈന്യൂട്ടായുള്ള കാപ്പിലറീസ് കൂടെ കുറേശ്ശെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നല്ല ഒരു കണ്ടെയ്നറും നല്ല ഒരു അതിന്റെ ഡ്രോപ്പർ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ഈ പറഞ്ഞത് സംഭവിക്കാറില്ല. ഡോക്ടറെ, എന്തായാലും ഇനിയും ആൾക്കാരുണ്ട്, എനിക്ക് സംശയം ഇനിയുണ്ട്. കാരണം ഇതിന് പറ്റിയ ഒരാളെ കിട്ടണ്ടേ.
ഇതൊക്കെ അറിയാവുന്ന ഒരാളെ കിട്ടണ്ടേ? പറഞ്ഞ ഫാർമസി കേട്ടില്ല. ശരിക്കും അറിയാവുന്നവരോട് ചോദിക്കാൻ പറ്റും. അതുകൊണ്ടാ ചോദിച്ചത്. അല്ലാതെ ഇനിയുണ്ട് സംശയങ്ങൾ, അത് പിന്നീട് ചോദിച്ചോളാം. ഇപ്പം വേറെ ഉള്ളവരും സമയം അറിയാവുന്ന ഇനി 10 മിനിറ്റേ ഉള്ളൂ, വേറെ ആൾക്കാർ കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഡോക്ടറുടെ അറിവും പിന്നെ ഈ സബ്ജക്റ്റും പ്രസന്റേഷനും വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്, കം അഗെയിൻ വിത്ത് സച്ച് എ വെരി ഗുഡ് സബ്ജക്റ്റ്. ഇത് ഒരു സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. ഭദ്രൻ ഡോക്ടർ എൻട്രീസ് ചെയ്തിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. ഭദ്രൻ ഡോക്ടർ. ഡോക്ടർ വേണുഗോപാലിന്റെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഞാൻ എൻ്റെ പ്രാക്ടീസിൽ മിനിമം ഡോസ് ഉപയോഗിക്കുന്ന ആണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ പിന്നെ മെറ്റീരിയൽ ഡോസും ഉപയോഗിക്കാറുണ്ട്, ഫിസിയോളജിക്കൽ ഡോസ്. അത് ചിലപ്പോൾ മാറിഞ്ചിലാണെങ്കിൽ 5 to 15 ഡ്രോപ്സ് ഉപയോഗിക്കാറുണ്ട്. അതിന് വേറെ അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ച് നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മെഡിസിനിൽ നിന്ന് അലോപ്പതിയിലോട്ട് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ മാർട്ടിഞ്ചേഴ്സ് ശരിയായിട്ട് വയസ്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ന് എനിക്ക് അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടൻസീസ് വാട്ടർ മെഡിക്കേഷനിൽ പണ്ട് മുതൽ ഗവൺമെൻറ് ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആളുകളെല്ലാവരും മണപ്പിച്ച് നോക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മണപ്പിച്ച് അയ്യോ ഇതിലൊന്നും ഇല്ലെന്നുള്ളൊരു. അപ്പം അപ്പോൾ എൻ്റെ ഫാർമസിനോട് പറയാറുള്ളതെന്ന് വെച്ചാൽ അകത്തോട്ട് ഒരു തുള്ളി കഴിക്കണം, അതിൻ്റെ കുപ്പിയുടെ വക്കിലോട്ട് ഒരു തുള്ളി കൊണ്ടുപോയിക്കണം. അവരടുത്ത് മണപ്പിക്കുമ്പോൾ നല്ല മണമുണ്ട്, അത് ഉള്ള സന്തോഷത്തോടെ കൊണ്ടുപോകും. അവർ കഴിച്ച് സുഖമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ ചില ഡിസ്പെൻസറിയിൽ നമുക്ക് കിട്ടുന്ന, പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ 84 ആണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുറച്ച് സപ്ലൈ ഉള്ളൂ, മെഡിസിൻ സപ്ലൈ. അപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുകയും വേണമല്ലോ. അപ്പോൾ അതിൽ ഒരു കാര്യം ചെയ്യും, ഒരു തുള്ളി ഷുഗർ മിൽക്ക് കൂടെ എടുത്തിടും, അതിൽ പൊടിയോടെ ഇട്ടേക്കുന്ന ഇത് വേറെ മരുന്നോടെ ചേർത്ത് തന്നിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം. സിംഗിൾ മെഡിസിൻ എന്നുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ. നമുക്ക് വേറെ ഷുഗർ മിൽക്ക് കൂടെ ഒരു തുള്ളി ഇട്ട് കൊടുക്കും, അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ കൊടുത്ത് അവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ പൊട്ടൻസീസ് ചിലപ്പോൾ ചില കേസുകളിൽ, അക്യൂട്ട് കേസുകളിൽ 1 കൂടുതൽ ഡോസുകൾ അടുപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം വന്നേക്കാം ചില കേസുകളിൽ. അങ്ങനെ കൊടുക്കാറുള്ളപ്പോൾ ഒരു 5 ml ബോട്ടിൽ ഒരു അതിൻ്റെ നെക്ക് വരെ വെള്ളം എടുത്തിട്ട്, തിളപ്പിച്ചാരി വെള്ളം എടുത്തിട്ട് അതിൽ ഒരു തുള്ളി ആഡ് ചെയ്തിട്ട് അതൊരു 5 to 10 ഡ്രോപ്സ് 5 ഡ്രോപ്സ് 2 to 3 ടൈംസ് കഴിക്കാൻ പറയാറുണ്ട്. അതിൽ നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്. വെള്ളം പെട്ടെന്ന് തന്നെ പനിയോ അല്ലെങ്കിൽ ചില പെയിൻസ് എല്ലാം പെട്ടെന്ന് കുറയാൻ വേണ്ടി സക്സസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പെർഫ്യൂം ഗ്രേഡ് സ്പിരിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടി കുറേ ഏറെ കാലം ഗുണമുള്ളതായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 1978 കുറച്ച് മെഡിസിൻസ് നാഷണൽ കമ്പനിയാണ് കൽക്കട്ട. അപ്പോൾ അവരുടെ എല്ലാം പെർഫ്യൂം ഗ്രേഡ് സ്പിരിറ്റ് ആയിരുന്നു അന്ന്. അത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വരെ അത് ഉപയോഗിച്ചിട്ടുണ്ട് വിത്ത് വെരി ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ നമുക്ക് ഒരു മെഡിസിൻ്റെ സ്പിരിറ്റിൻ്റെ ആക്ഷൻ എപ്പോൾ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റോൾ പറയാനൊക്കില്ല. അതിനെപ്പറ്റി കൂടുതലും നമ്മുടെ വേണുഗോപാൽ ഡോക്ടർ പറയുമായിരിക്കും. വേണുഗോപാൽ ഡോക്ടർ എൻ്റെ കൂടെ ഗ്രേഡ് ബിച്ചിന് പഠിച്ചിട്ടുള്ള ഡോക്ടറാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ആൾ ദി ബെസ്റ്റ്. നന്ദി ഭദ്രൻ ഡോക്ടർ. ഇനി ഹരിഹരൻ സാർ എൻട്രീസ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഞാൻ ഡോക്ടർ വേണുഗോപാലിന്റെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ടായിരുന്നു. വളരെ നന്നായിരുന്നു. എനിക്ക് ഡോക്ടർ മനോജ് ഒരു കാര്യം ഡോക്ടർ വേണുഗോപാലിന്റെ ചോദിച്ചതിന് ഒരു അഭിപ്രായം, എന്റെ മനസ്സിലൊരു അഭിപ്രായമുണ്ട്. അത് പറയാനായിട്ടാണ് ഞാനിത്. പിന്നെ വേറെ 1-2 കാര്യം. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും 100% ആയിട്ട് ഈ നമുക്ക് ടിഞ്ചറായിട്ട് കിട്ടത്തില്ല. ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞ് വളരെ ശരിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ്, വെജിറ്റബിൾ കിങ്ഡത്തില് വാട്ടർ കണ്ടന്റ് ഡിഫറെന്റ് ആണ്. ഓരോ ചെടിയിലും വാട്ടർ കണ്ടന്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ അവിടെ തന്നെ ആ വാട്ടർ കണ്ടന്റ് ഉണ്ട്. ദ ആൽക്കലോയിഡ്സ് ഈസ് ദെയർ, ബട്ട് അവിടെ വാട്ടർ കണ്ടന്റ് ഈസ് ദെയർ. അപ്പം 100% ആൾക്കാരിലാണോ ഡോക്ടറെ, എനിക്ക് സംശയം. ഇത് ടിഞ്ചർ എന്ന് പറയുന്നത് 100% ആണോ ഇല്ലയോ എന്ന് എനിക്കറിയണം. 100% ആൾക്കാർ ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. ദെയർ ആൾസോ ദ വാട്ടർ കണ്ടന്റ് ഈസ് ദെയർ. അപ്പോൾ തീർച്ചയായിട്ടും അത് 1x ആവാൻ സാധ്യതയുണ്ട്. അല്ലാതെ 100% നമുക്കൊരു ആൾക്കോള്
അതിനൊരു ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ 100% ആൾക്കാർ കിട്ടത്തില്ല എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്കത് അങ്ങനെ പറഞ്ഞത്. അതിൽ ഡോക്ടറുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊന്ന്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ ചെയ്ത് കൊടുത്തു വിടാം. അപ്പൊ നമുക്ക് പൗഡറി കൊടുക്കേണ്ടി വരത്തില്ല. ഇങ്ങനെയൊക്കെ ഇതുപോലത്തെ പല ടെക്നിക്സ് നമ്മളെ ഹോമിയോപ്പതി നമ്മുടെ സ്വയമേവ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ഈ 50 മില്ലിസ്മൽ പൊട്ടൻസി ഒരു ബോട്ടില് ട്രൂഡ്രാം വാങ്ങിച്ചാൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം. അതിന്റെ ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഉപയോഗിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തില് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. 1 ലിറ്റർ വെള്ളത്തില് പേഷ്യൻസിന് ഇപ്പൊ ഒരു പനിയായിട്ട് ഇപ്പൊ കളക്ടറേറ്റ് ജോലിയുള്ള ഒരു സ്ത്രീ എൻ്റെ ഒക്കെ വരുവാണെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളത്തില് ഞാൻ ബ്രയോണിയ 0/3 4 ചെറിയ പെല്ലറ്റ് എടുത്തു. എന്നിട്ട് അവരുടെയൊക്കെ പറയും നിങ്ങൾ 2 hour ഇന്റർവെൽ വെച്ചോ 3 hour ഇന്റർവെൽ വെച്ചോ നിങ്ങൾ കുടിച്ചോളാൻ പറയും. വണ്ടർഫുൾ ആക്ഷൻ. അങ്ങനെ ഹോമിയോപ്പതിയുടെ കാണാപ്പുറങ്ങള് ഒത്തിരി ഉണ്ട്. കാണാപ്പുറങ്ങള് അതിനെ ഇത്രയും സമയം പോരാ ഡിസ്കസ് ചെയ്യാനായിട്ട്. സമയം വേണുഗോപാൽ ഡോക്ടർ മറുപടി പറയണേ. വേണുഗോപാൽ സാറ് ഹരിഹരൻ സാർ ആ, ഡോക്ടർ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ അത് ഞാൻ പറഞ്ഞത് ഈ മദർ ടിഞ്ചർ സാറ് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ എന്റെ അതായത് 100% ആൾക്കഹോൾ അവൈലബിൾ ആണ്. കറക്റ്റ് സാർ. അതെ സാർ, അതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. 99% ഞാനത് പറഞ്ഞു നേരത്തെ. 99% ഒരു 9 ആൽക്കഹോൾ എന്ന് പറഞ്ഞാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ 100%. പക്ഷെ അത് തിയററ്റിക്കലി പോസിബിൾ എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ആൽക്കഹോളിന് ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അത് എവിടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യും. ഈ കോപ്പർ സൾഫേറ്റ് നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റിന് കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കുന്നത് അത് എവിടെയെങ്കിലും വാട്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോപ്പർ സൾഫേറ്റിന്റെ കളർ മാറുന്ന പോലെ തന്നെയാണ് ഈ ആൽക്കഹോള് ഹൈഗ്രോസ്കോപ്പിക് ആണ്. അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് സ്വയം അത് ഡൈലൂട്ട് ആവും. അപ്പോൾ ഒരു തിയററ്റിക്കലി പോസിബിൾ എന്നാണ് ആ ബുക്കിൽ എടുത്തു പറയുന്നത്. ഇറ്റ് ഈസ് തിയററ്റിക്കലി പോസിബിൾ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ ഒരു അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്ന ഒറ്റ കാര്യത്തിന് മുതൽ ഷുഗർ ഹോമിക്കിന്റെ പ്യൂരിഫിക്കേഷന് മാത്രമേ നമ്മൾ അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുള്ളൂ. അൺഹൈഡ്രസ് അതിൻ്റെ വാട്ടർ കണ്ടന്റ് അൺഹൈഡ്രസ് ആണ്, വാട്ടർ ഇല്ലാത്ത സാധനം വേണം. അത് ഷുഗർ മിൽക്കിന്റെ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ ഹോമിയോപ്പതിക് ഷുഗർ മിൽക്ക് ഉപയോഗിക്കുന്നത് സാധാരണ കൊമേഴ്സ്യൽ ലാക്ടോസിനെ വീണ്ടും സ്റ്റാസ് പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ കൂടെ വീണ്ടും പ്യൂരിഫൈ ചെയ്താണ് നമ്മുടെ അബ്സല്യൂട്ട് ആയിട്ട് പ്യൂർ ആയിട്ടുള്ള ഷുഗർ മിൽക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ടെക്നിക്കിന് മാത്രമേ നമ്മൾ ഈ ഹോമിയോപ്പതിയിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലും ഈ പറഞ്ഞ പോലെ ഒരു മൈന്യൂട്ട് പെർസെൻറ്റേജ് വാട്ടറിന്റെ അംശം അറ്റ്മോസ്ഫിയറിൽ നിന്ന് അതിനെ അബ്സോർബ് ചെയ്യും. സാർ പറഞ്ഞത് ശരിയാണ്, ഒരിക്കലും തിയററ്റിക്കലി അത് പോസിബിൾ ഇല്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മദർ ടിഞ്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഈ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മദർ ടിഞ്ചർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏത് പ്ലാന്റ് ആയാലും അതിന്റെ വാട്ടർ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മദർ ടിഞ്ചർ ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കും. ഒരു 10 ഗ്രാമോ അല്ലെ 10 മില്ലിഗ്രാമോ ആ ഡ്രഗ് സബ്സ്റ്റൻസ് എടുത്ത് ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ എടുത്തിട്ട് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കും. ഒരു പ്രത്യേക ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. പല ടെക്നിക്കുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് അതിനകത്തെ മോയ്സ്ചർ കംപ്ലീറ്റ് മാറി ഡ്രൈ സബ്സ്റ്റൻസ് കിട്ടുന്നവരെ നോക്കിയിട്ട് ആ ഡിഫറൻസ് ആണ് മോയ്സ്ചർ കണ്ടന്റ്. ഈ മോയ്സ്ചർ കണ്ടന്റ് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫാർമക്കോപ്പിയിൽ ഓരോ ഡ്രഗിനും ആ ഫോർമുലയുണ്ട്. ഈ ഡ്രഗിന്റെ കൂടെ ഇപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ വെൽഡോൺ അല്ലെങ്കിൽ അതൊരു നക്സോമിക്ക് ഉണ്ടാക്കണമെങ്കിൽ ഓരോ ഡ്രഗിനും 1000 ml ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കും പോലെ ഫുൾ ആൽക്കഹോൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. പല ഡ്രഗ്സിനും പല സൊല്യൂബിലിറ്റിയാണ്. ചില ഡ്രഗ്സ് വളരെ ഹാർഡായിരിക്കും. എന്തിനാണ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്? അത് എക്സ്ട്രാക്ട് ചെയ്യാനാണ്. അപ്പൊ വളരെ ഹാർഡായിട്ടുള്ള സെല്ലുകളെ, ഈ സെല്ലുലോസ് ആണല്ലോ പ്ലാന്റ് ഒക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് അത് കയറി അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ അതിനെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. ആദ്യം പൾവറൈസ് ചെയ്ത സാധനം ഉപയോഗിക്കണം. അപ്പൊ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഈ സെല്ല് വാള് പൊട്ടിയിട്ട് അതിനകത്തേക്ക് ആൽക്കഹോൾ പെനിട്രേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്നിട്ട് ഈ മോയ്സ്ചർ കണ്ടന്റിനെ വെച്ചിട്ട് ഫോർമുല ഫാർമക്കോപ്പിയിലുണ്ട്. ആ ഫോർമുല വെച്ചാണ് നമ്മൾ ഓരോ മദർ ടിഞ്ചർ ഉണ്ടാക്കുന്നത്. ഈ ഒരു പുതിയ ഡ്രഗ് മദർ ടിഞ്ചർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തുള്ള ആൽക്കഹോൾ അതിൻ്റെ അകത്തുള്ള ഈ ഫോർമുല കണ്ടുപിടിക്കണം. നമ്മൾ ഒരു പുതിയ ഡ്രഗ് നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത മദർ ടിഞ്ചർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനൊരു പ്രത്യേക രീതിയിൽ
ഇപ്പൊ ഇവിടെ ചില കുട്ടികൾ റിസർച്ച് ഒക്കെ ചെയ്യും. അതിനൊരു പ്രത്യേക രീതി നമ്മൾ അതിൻ്റെ അകത്ത് എത്ര ശതമാനം ആൽക്കഹോളാണ് ഈ സൊല്യൂബിൾ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ മിക്കവാറും എല്ലാ ഡ്രഗും ഒരു 50-നും ഒരു 70-80-നും ഇടയ്ക്കുള്ള ആൽക്കഹോൾ മതിയാവും. ബാക്കി വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോ ആൽക്കഹോളിക് മിക്സറിലാണ് ഈ ആൽക്കഹോൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമുള്ളൂ. പിന്നെ ആൽക്കഹോൾ ഡിസ്റ്റിൽ വാട്ടറോടെ ചേർത്തിട്ടാണ് ഹൈഡ്രോ ആൽക്കഹോളിക് മിക്സറാണ് പറയുന്നത്. നമ്മളൊരു ഫാർമക്കോപ്പി എടുത്ത് നോക്കിയറിയാം ഓരോ ഡ്രഗിനും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ ഫോർമുല വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു സെഷൻ വലിയൊരു സെഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു 2ാം ഭാഗം ചർച്ചയായിട്ട് തന്നെ തിങ്കളാഴ്ച വെക്കാം. അതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി സംശയങ്ങളും ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ സമയം കഴിഞ്ഞല്ലോ. ഗണേഷ് ഡോക്ടറെ നന്ദി പറയാമോ? വേണുഗോപാൽ ഡോക്ടർക്ക് നന്ദി പറഞ്ഞിട്ട് നോക്കാം. തീർച്ചയായും ഇന്ന് ഈ ആൽക്കഹോളും ഹോമിയോപ്പതി മരുന്നും എന്ന വിഷയത്തിൽ വേണുഗോപാൽ ഡോക്ടർ അവതരിപ്പിച്ച ഈ ഒരു പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ പങ്കെടുത്ത ചോദ്യങ്ങൾ ചോദിച്ചവർക്ക് ഇനിയും ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായും അടുത്ത തിങ്കളാഴ്ച ഡോക്ടറുടെ സൗകര്യത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ വേണുഗോപാൽ ഡോക്ടറെ? തിങ്കളാഴ്ച നമുക്ക് ഇതിന്റെ തുടർ ചർച്ച വെക്കാം. തിങ്കളാഴ്ച ഓക്കെ. അപ്പൊ ഇതിന്റെ തന്നെ ഇതേ വിഷയത്തിൽ തന്നെ ഒരു 2ാം ഭാഗം വെക്കുകയും അതിലൂടെ ഒരു ചർച്ചയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ ഇതാണ് എനിക്ക് ഈ വേദിയിലോട്ട് പറയാനുള്ളത്. ഈ വേദിയിൽ ഇന്ന് പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും IFBCന്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തും ആത്മസുഹൃത്തായ ഡോക്ടർ വേണുഗോപാലിന് പ്രത്യേകം ഒരു നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ശുഭരാത്രി നേരുന്നു. നന്ദി ഗണേഷ് ഡോക്ടറെ. അങ്ങനെ നമ്മുടെ 1678-ാം പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണുഗോപാൽ ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഒരു കാര്യം ഞാൻ പറഞ്ഞതേ, ഇന്നത്തെ ഈ ചർച്ച വെച്ചപ്പോൾ നമ്മൾ ഈ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഹോമിയോപ്പതി ഡീഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം കൊണ്ടുവന്നത്. എനിക്കിപ്പോഴും സംശയമുണ്ട്. അപ്പൊ നമ്മളെ ഇപ്പൊ ഏത് ഏരിയയിലാണോ ഈ സംഭവം നടന്നത്, കോഴിക്കോട് കണ്ടാണ്, അവിടെയുള്ള ഏതെങ്കിലും ഡോക്ടർമാർക്ക് ഈ ആളുമായിട്ട് സംസാരിച്ച് ആക്ച്വലി ഇത് എന്താ സംഭവം, അതിൽ ഏത് ഫോം ഓഫ് ഡ്രഗാണ് കഴിച്ചത്, ഇപ്പം മദർ ടിഞ്ചർ ആണോ, കഫ് സിറപ്പ് ആണോ, അതോ ഒരു ഡ്രോപ്പ് മരുന്നാണോ, അതോ ഒരു പൗഡർ ആണോ എന്നൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് അവരുമായിട്ട് ഫ്രണ്ട്ലി ചോദിച്ച് മനസ്സിലാക്കിയാൽ അങ്ങനത്തെ ഒരു സംഭവം. അല്ലെങ്കിൽ ഇതൊരു മാനിപ്പുലേറ്റഡ് സംഭവമായിട്ട് തോന്നും. കാരണം അതിന്റെ അടുത്ത ദിവസം തന്നെ ഈ ഫിലിപ്പ് ഹിന്ദുവിൽ വന്നു. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തനേഷ് ഡോക്ടറും ഞാനും കൂടെ ഞാൻ പാസേജ് ചെയ്ത മെസ്സേജ്. അപ്പൊ ആ മെസ്സേജ് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്താലേ അവർക്കത് മനസ്സിലാവും. അപ്പൊ നെക്സ്റ്റ് ഡേ തന്നെ ഇത് വന്നെങ്കിൽ അതിന്റെ അർത്ഥം വീണ്ടും നമ്മളെ കരുതേച്ച് കാണിക്കുക, അത് ഹോമിയോ മരുന്ന് കൂടെ ആൽക്കഹോളാണ്, അതുകൊണ്ടാണ് ലിവർ ഡിസീസും കൂടെ ഉണ്ടാകുന്നതെന്നാണ് അതിൽ പറയണത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളോട് ഈ പങ്കെടുത്തവർ അതും കൂടെ ഒന്ന് ചർച്ചയ്ക്ക് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അവരതിനു വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മളതിന് മറുപടി കൊടുക്കാൻ ഇല്ലെങ്കിൽ ഉള്ള കുഴപ്പം ഇതുപോലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇടവരുത്തും. അപ്പൊ കുറെ ആൾക്കാർ ഇത് മുഴുവൻ ആൽക്കഹോളാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുകൂടെ ഉള്ള ചർച്ചകളോ ഏതെങ്കിലും ജേർണലിസ്റ്റുകളെ കൂടി എനിക്ക് തിങ്കളാഴ്ച നമ്മൾ ആ ഒരു രീതിയിലാണ് ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ജേർണലിസ്റ്റുകളെ കൂടെ ഇതിനകത്ത് വെച്ചാൽ ഒരാൾ ഇതൊക്കെ പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ഒരു ശ്രമം നടത്താം. അപ്പൊ എല്ലാം ഓക്കെ. ശരി, താങ്ക് യു.